أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله. الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر، هو الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ, അല്ലേ? അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അള്ളാഹു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു നമുക്ക് നല്ലതേ നമുക്ക് വരുത്തുള്ളൂ. പിന്നെ എന്തിനാണ് അള്ളാഹു ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്? നമ്മുടെ ലൈഫിൽ കാലൊടിയുന്ന, കൈയൊടിയുന്ന, അസുഖങ്ങൾ ഉണ്ടാവുന്ന, അതിന്റെ കാരണം എന്താ? പറഞ്ഞോ ഹംദാൻ. സാറേ, രണ്ട് കാര്യമുണ്ട്. ആ, ഒന്നെങ്കിൽ നമ്മൾ തെറ്റ് വല്ലതും ചെയ്തിട്ട് കാര്യം, അല്ലെങ്കിൽ നമ്മളിപ്പോ സൈക്കിൾ ഓടിക്കുമ്പോ കാലൊടിഞ്ഞ്, ഇപ്പൊ നമ്മളില്ല റോഡിൽ സാധനം വാങ്ങാൻ പോകുമ്പോ ഇടയിൽ വെച്ചിട്ട് കാലൊടിഞ്ഞ്, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നു. അല്ലെങ്കിൽ പിന്നെ പോണ വഴിക്ക് വല്ല വണ്ടിയോ വല്ല ആക്സിഡന്റ് ആവും, ഇത് ശരിക്കും നമ്മൾ പോവുന്നെങ്കിൽ. അങ്ങനെ രണ്ട് കാര്യം, അതിൽ ഏതെങ്കിലും ഒന്നേ കാര്യം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ അദാബാണ് നമുക്ക് കിട്ടുന്ന പണിഷ്മെന്റ് എന്നാണ് ഹംദാന് പറയുന്നത്. അള്ളാഹു തരുന്ന അദാബ്, അള്ളാഹു തരുന്ന ശിക്ഷയാണ് എന്നാണ്. അങ്ങനെ അള്ളാഹു ശിക്ഷിക്കാറുണ്ട്. പക്ഷേ 99% നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ നമ്മളും കൂടെ ഇൻവോൾവ് ആണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, സൈക്കിൾ ഓടിക്കുന്ന ഒരു കുട്ടി ശ്രദ്ധിക്കാതെ, ചളിയുള്ളതോടെ വഴിക്കുന്നൊന്നും ശ്രദ്ധിക്കാതെ അങ്ങ് വളരെ സ്പീഡിൽ ഓടിച്ചിട്ട് വഴിക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിലേക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അതായത് പണ്ടൊരിക്കൽ ഒരു സഹാബി ഒട്ടകപ്പുറത്ത് വന്ന് ഇറങ്ങിയിട്ട് പള്ളിയിലേക്ക് കയറുകയാണ്. പള്ളിയിൽ കയറുമ്പോൾ സഹാബി പറഞ്ഞ ഡയലോഗ് എന്താണെന്നറിയോ? ഞാൻ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിസ്കരിക്കാൻ കയറാണ്, അപ്പോൾ ഒട്ടകത്തിനെ ഞാൻ കെട്ടിയിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, അള്ളാഹു നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നിസ്കരിക്കാൻ കയറി. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒട്ടകത്തിന് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ നടന്നു പോയി. ഒരു വലിയ ബുദ്ധിയൊന്നും ഇല്ലാത്തൊരു ജീവിയാണ് ഈ ഒട്ടകം. അങ്ങനെ നടന്ന് ഇങ്ങനെ പോയി, ഒരു ഹവയിൽ ഇങ്ങനെ നടക്കുന്ന ഒരു ജീവിയാണ്. അതങ്ങനെ നടന്നങ്ങ് പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, പേപ്പറും പേനയും നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ടോ? പേപ്പറും പേനയും എടുത്തിട്ടുണ്ടോ? ഓക്കെ, പേപ്പറും പേനയും എടുത്തവർ പേപ്പറും പേനയും അതിൽ നിങ്ങൾ എഴുതി വെക്കുക, ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക. അതല്ലാത്തവർ എന്ത് ചെയ്യുക? ഡയറക്റ്റായിട്ട് ചോദിക്കുക. ഓക്കെ, ചെറിയ ചെറിയ വിഷയങ്ങളുള്ള ചോദ്യങ്ങളും ചോദിക്കുക, വലിയ വലിയ കാര്യങ്ങളും ചോദിക്കുക. ഒക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം ചോദിക്കാൻ. ഓക്കെ, എല്ലാവരും ഒരു 3 ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിച്ചേ. വിചാരിച്ചു കഴിഞ്ഞോ? എല്ലാവരും ആരും നിസ്കരിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നിസ്കരിക്കാതെ ഒന്ന് ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരൊന്നും ഇല്ലല്ലോ.
ഓക്കെ. സ്ക്രീൻ ടൈം നിങ്ങൾ കുറക്കുന്നുണ്ടല്ലോ അല്ലേ? മെനയാന്ന് ഒരു വീഡിയോ നിങ്ങൾ കാണിച്ചു തന്നല്ലോ. സ്ക്രീൻ ടൈമും കുറക്കണം, സ്ക്രീൻ ബ്രൈറ്റ്നസ്സും കുറക്കണം. കമ്പ്യൂട്ടറിൻ്റെ, മൊബൈലിൻ്റെ, ലാപ്ടോപ്പിൻ്റെ, ടാബിൻ്റെ ബ്രൈറ്റ്നസ് കുറക്കണം. നമ്മൾ ആ രസത്തിൽ ഇങ്ങനെ കണ്ട് 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 ഇങ്ങനെ പോവുക ചെയ്യാം. ഹൈ ഗ്രാഫിക്സ് ആണ് വരുന്നത്. ഓക്കെ. ആരാ ആദ്യം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇന്ന്? ജൗഹർ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. വീഡിയോ ഓൺ ചെയ്ത് വെക്കണം എല്ലാവരും. വീഡിയോ ഓൺ ചെയ്ത് വെക്കുന്നില്ലേ? ഓക്കെ. നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ദിവസം എത്ര നേരമാണ് പല്ല് തേക്കേണ്ടത്? ഒരു മുസ്ലിം എത്ര നേരമാണ് പല്ല് തേക്കേണ്ടത്? ഉത്തരം കിട്ടിയവർ ഹാഷിർ. പറഞ്ഞേ. 3 നേരം. 3, 5 ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ 5 നേരം വുളു എടുക്കുമ്പോൾ പല്ല് തേക്കണം. അപ്പൊ ഈ രാവിലെയും രാത്രിയും തേക്കുന്നത് അതിന്റെ പുറമെ, അപ്പം 7 ആയില്ലേ അല്ലേ? 7 പ്രാവശ്യം പല്ല് നിങ്ങൾ എല്ലാവരും തേച്ച് കഴിഞ്ഞാൽ ഡെന്റൽ ഡോക്ടേഴ്സ് ഒക്കെ പണി നിർത്തി വല്ല തേങ്ങ വലിക്കാനും പോണ്ടി വരും. പല്ല് ഡോക്ടർമാരൊക്കെ തേങ്ങ വലിക്കാനോ മീൻ വിൽക്കാനോ ഒക്കെ പോണ്ടി വരും. പക്ഷേ പല്ല് ഡോക്ടർമാരുടെ ഭാഗ്യം അല്ലേ, 7 നേരം പല്ല് തേക്കാൻ പറഞ്ഞിട്ടും ഒരു നേരം തന്നെ മര്യാദയ്ക്ക് പല്ല് തേക്കാത്ത മടിച്ചികളും മടിയന്മാരും ഉള്ളിടത്തോളം കാലം ഡോക്ടർമാരുടെ സന്തോഷകാലമാണ്. അവര് അങ്ങനെ പല്ല് പറിച്ചും പല്ലടച്ചും പല്ല് പൊളിച്ചും പല്ല് വലിച്ചൂരി എടുത്തിട്ടും പല്ലിൽ പോസ്റ്റിട്ടും കമ്പി തിരികെയും ഒക്കെ ആയിട്ട് അവരങ്ങനെ സമ്പാദിച്ച് സന്തോഷത്തോടെ അവർ ജീവിക്കട്ടെ അല്ലേ? പല്ലിപ്പോൾ വൃത്തിയുണ്ടോ എന്നൊന്നിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. നാവ് മതി പല്ല് ചെക്ക് ചെയ്യാൻ. നാവ് കൊണ്ട് എല്ലാ പല്ലും ഒന്ന് തൊട്ട് നോക്കിയേ. ചില പല്ലുകളിൽ എന്തോ ഒരു എന്തൊക്കെയോ ഒരു മിനുസല്ലാത്ത രീതിയിലാവുന്നില്ലേ? അതിന്റെ കാരണം ആ പല്ലുകളൊന്നും വൃത്തിയില്ല എന്നതാണ്. ആ പല്ലുകളാണ് കേടുവരാൻ പോകുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കാൻ റെഡിയായവർ കൈപ്പൊക്കി. ജൗഹർ ചോദിക്കുക. എന്താണ് ഹലാലും ഹറാമും? ഹലാലും ഹറാമും അള്ളാഹു അനുവദിച്ചത് ഹലാലാണ്, അള്ളാഹു വിലക്കിയത് ഹറാമാണ്. എല്ലാം ഹറാമാക്കരുത്. അള്ളാഹു ഹറാമാക്കിയത് മാത്രമേ ഹറാമാക്കാവൂ. അള്ളാഹു ഹലാലാക്കിയത് ഹറാമാക്കരുത്, ഹറാമാക്കിയത് ഹലാലാക്കരുത്. ശരി. നമ്മുടെ അയാൻ എന്താണ് ഹലാലും ഹറാമും? ഹലാല് എന്ന് പറഞ്ഞാല് ചെയ്താൽ കൂലിയുള്ളതും. അതല്ല കേട്ടോ, അത് നമ്മൾ സുന്നത്തിനെയാണ് പറയല് കേട്ടോ. ഇത് ഹലാൽ എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു അനുവദിച്ച കാര്യം. നിങ്ങൾക്ക് പോയിട്ട് സ്വിം ചെയ്യാം, നീന്താ അറിയുന്നവർ കേട്ടോ. നിങ്ങൾ പോയിട്ട് വെള്ളത്തിൽ പുഴയിലോ തോട്ടിലോ കുളത്തിലോ ഒക്കെ പോയി ചാടി കുളിച്ചോളൂ. അത് അള്ളാഹു ഹലാലാക്കി തന്നതാണ്. അപ്പൊ നാളെ അയാൻ പറയാണ് പുഴയിൽ മുങ്ങി കുളിക്കുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. അള്ളാഹ് ഹലാലാക്കിയതിന് ഹലാലും ഹറാമാക്കിയതിന് ഹറാമും തന്നെ ആയിട്ട് തന്നെ നിൽക്കണം. ഹംദാൻ. സാറേ, ഈ പാമ്പ് ഹറാമാ? പാമ്പ് ഹറാമോ? പാമ്പ് ഹറാമല്ല. ഹറാം എന്താന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അല്ലെ? പാമ്പ് ഹറാം എന്നല്ലേ പറയാ കേട്ടോ. അള്ളാഹു ഫുഡായിട്ട് നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പന്നിയാണ് അല്ലെ? പന്നി എന്തുകൊണ്ടാന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് പന്നി തിന്നരുത്? ചിക്കൻ കഴിക്കുന്നവരൊക്കെ കൈപൊക്കി. ചിക്കൻ ബ്രോസ്റ്റ്, ചിക്കൻ ഷവായ, ഷവർമ, ചിക്കൻ്റെ ആൾക്കാർ തന്നെ എല്ലാവരും അല്ലേ? ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, നിങ്ങൾ ഗൾഫിൽ പോയിട്ടുണ്ടോ? ഗൾഫിൽ ചില ടൗണിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ
നിറയെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ഷവർമയുടെ ഇതിങ്ങനെ ഒരു ടൗൺ തന്നെ 2-3 കടയിൽ ഷവർമയുടെ ആ ഒരു ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അത് മട്ടൺ ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, പല പല ആയിട്ട്. അപ്പൊ ഇത് പിന്നെ ഇത്രങ്ങാനും കോഴിയാണ് ഒരു ഒരു ദിവസം ടൺ കണക്കിനൊന്നും പറഞ്ഞാൽ പോരാ, എത്രയോ കോഴിയാണ്, ചിക്കനാണ് ഇവരെ ആളുകൾ തിന്നു പോകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്ക്, കോഴിക്ക് അള്ളാഹു ചിറക് കൊടുത്തിരുന്നെങ്കിലോ? ചിറകുണ്ട് ഓൾറെഡി, പക്ഷെ ആകാശത്തൂടെ പറക്കുന്ന കാക്കയെ പോലെ അല്ലെ പരുന്തിനെ പോലെയൊക്കെ പാറി കളിക്കുന്ന ഒരു ജീവി ആയിരുന്നെങ്കിലോ? അള്ളാഹു ഭൂമിയിൽ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ നാട്ടുകാർക്കും തിന്നാനായിട്ട് ഒരു സംവിധാനം ചെയ്തു വെച്ചതാണ് അല്ലെ. കടലിലും അങ്ങനെ തന്നെ, കടലിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ മത്സ്യങ്ങളും ഫിഷും ഒക്കെ അള്ളാഹു ഇത്രയും വെച്ചിട്ടുണ്ട്. റൈറ്റ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹറാമാക്കിയത് മാത്രം ഹറാം, ഹലാല് ബാക്കിയൊക്കെ ഹലാലാണ്. ബാക്കി നിങ്ങൾ കഴിച്ചോളൂ. ഇപ്പൊ ഈ ചൈനയിലൊക്കെ പല പല ജീവികൾ, വ്യത്യസ്തമായ ജീവികളൊക്കെ ബ്രോസ്റ്റ് ആക്കിയിട്ട് തിന്നുന്നുണ്ട് അല്ലേ. ചൈനക്കാരത്തി ഇവിടെ ഉണ്ട്, അവള് പറഞ്ഞില്ലേ അവിടെ അങ്ങനെ ഇല്ലേ? ഇല്ലേ, പല ഐറ്റംസ് ഇല്ലേ? നീ അങ്ങനെ എന്തെങ്കിലും തിന്നിട്ടുണ്ടോ അവിടുന്ന്? പുഴുവിനൊക്കെ തിന്നുന്ന കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അടിപൊളിയാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ച്. പുഴുവില്ല, ഇങ്ങനെയുള്ള പുഴു, അതിനൊക്കെ തിന്നുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ എവിടുന്ന് കൊണ്ട് ആരും കഴിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടോ നീ? റെസ്റ്റോറന്റ് അല്ല, സ്ട്രീറ്റ് ഫുഡ് ആണ് മെയിൻ. സ്ട്രീറ്റ് ഫുഡിൽ ഈ എഗ്ഗ് നന്നായിട്ട് കഴിക്കൂലേ അവര്? എഗ്ഗ് ഇല്ലേ? എഗ്ഗ് നാട്ടിലെ കുട്ടികളൊക്കെ എഗ്ഗ് കഴിക്കുമെന്ന് അറിയില്ല. എഗ്ഗ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ, മുട്ട ഇല്ല, മുട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവർ കൈപോക്കി. പല ഐറ്റംസ്, പല ജീവികളുടെ മുട്ടയുണ്ട്. ഓക്കെ, ഗുഡ്. അത് നന്നായി തിന്നു, 10-15 ഒക്കെ തിന്നു, ഒരു കുഴപ്പമില്ല. മാക്സിമം എഗ്ഗ് പുഴുങ്ങിയിട്ടോ ബ്രോസ്റ്റ് ആക്കി അല്ല പൊരിച്ചിട്ടോ അല്ല ബുൾസായി ആക്കിയിട്ടോ ഒക്കെ തിന്നോളൂ, ഒരു കുഴപ്പമില്ല, നല്ലതാണ്. ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, ഇനി എന്താണ്? ആരാണ്? അഖീബ്. നീ റേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനാന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ നിന്നെ അൺമ്യൂട്ട് ചെയ്തത്. ഹാഷിർ. ഈ മൊയല് കഴിക്കുന്നത് മുസ്ലിം ഹറാമാണ് ഹലാലാണോ? കല്യാണം കഴിക്കുന്നത് ഹറാമാണെന്നോ? എന്താ നീ പറഞ്ഞ? മൊയല് തിന്നുണ്ടത് എന്താ? മൊയല് തിന്നുണ്ടത് ഹറാമാണോ ഹലാലാണോ? മുയല് പന്നിയല്ലല്ലോ, പന്നിയാണ് ഹറാമ്. ഓക്കെ, വേറെയുള്ളതൊക്കെ നിങ്ങൾ തിന്നോളി. പാമ്പിനൊക്കെ നിങ്ങൾ എങ്ങനെ തിന്നാന്ന് എനിക്കറിയില്ല. പാമ്പിനെ ഇങ്ങനെ തൊലി പൊളിച്ചിട്ട് ഇങ്ങനെ കട്ടാക്കി പീസാക്കിയിട്ട് പൊരിച്ചിട്ട് ഇങ്ങനെ തിന്നുന്ന ആലോചിച്ച് നോക്ക്. പക്ഷെ അതൊക്കെ ഓരോ നാട്ടുകാരുടെ ശീലങ്ങളാണ്. അത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. അവർ തിന്നോട്ടെ കേട്ടോ. നിങ്ങൾ ഈ ചിക്കൻ ബ്രോസ്റ്റ് ഒക്കെ കഴിച്ചാൽ പോരെ. സൽമാന്. ഉസ്താദേ, അപ്പൊ ഈ മുള്ളൻപന്നിയോ? മുള്ളൻപന്നി തിന്നാൻ പാടുണ്ടോന്നാ? ആ കാറ്റഗറി തന്നെ പെടുക. അത് വേണ്ട. എന്തിനാ അതിനൊക്കെ പോയി തിന്നുന്നത്? നമുക്ക് തിന്നാൻ ഹലാല എന്തൊക്കെ നല്ല സാധനങ്ങൾ ദുനിയാവിലുണ്ട്. ഒരു മട്ടൻ ബിരിയാണി വേണേൽ വാങ്ങിക്കഴിച്ചോ, ചിക്കൻ മടുത്തിട്ടുണ്ടെങ്കിൽ. അല്ലെ ബീഫ് ബിരിയാണി കഴിച്ചോ. എന്തിനാണ് ഇതെല്ലാം തിന്നുന്നത്? അയാന് അതെ, പട്ടിയുടെ തലയുടെ മേലില് ഉണങ്ങിയ ഒരു ഭാഗത്ത് തൊടാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പറ്റുമോ? പട്ടിനെ തൊടാൻ പറ്റുമെന്നാണ്? എടാ, പട്ടിനെ തൊടാ, നായനെ തൊടാ, എല്ലാ പട്ടികളെയും തൊടാ, ഒരു കുഴപ്പമില്ല കേട്ടോ. തൊടരുത് എന്നല്ല പറഞ്ഞത്, തൊട്ടാ വൃത്തിയായി കൈ കഴുകണം എന്നാ പറഞ്ഞത് കേട്ടാ. മനസ്സിലായില്ലേ? തൊടരുത് എന്നല്ല. ഇപ്പൊ നായനെ വളർത്തരുത് എന്നല്ല പറഞ്ഞത്. നായയായിട്ട് നമ്മള് നായ മാത്രമല്ല, പൂച്ച, ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പൂച്ചയുടെ രോമം മതി മൂക്കിൽ കയറി ശ്വാസകോശത്തിലേക്ക് എത്തിയാൽ. പൂച്ചയൊക്കെ ബെഡിലും സോഫയിലും ഒക്കെ കൊണ്ടു നടക്കും കുട്ടികൾ. ചില കുട്ടികൾക്കൊന്നും, ഇപ്പൊ UK കുട്ടികളുണ്ട് ഇവിടെ, എപ്പോഴും ഇവിടെ മീറ്റിങ്ങിന് വരുമ്പോ തന്നെ കയ്യിൽ പൂച്ച ഉണ്ടാവും. എന്നിട്ട് ഈ പൂച്ചനെ ഇങ്ങനെ ഉമ്മ കൊടുക്കുന്നതാണ്, അമ്മ എന്ന് പറഞ്ഞിട്ട്. ഈ ലാസ്റ്റ് എന്താ സംഭവിക്കാന്നറിയോ? ഈ പൂച്ചയുടെ രോമത്തിന്റെ ഉള്ളിൽ പല രീതിയിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അത് നമ്മൾ കണ്ണുകൊണ്ട് കാണില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ കൈ കാണിച്ചപ്പോ എന്തെങ്കിലും ചളി ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ നോക്കിയാൽ കാണാത്ത പലതും ഉണ്ട്. അതല്ലേ കോവിഡ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ കോവിഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന്? അതുപോലെയുള്ള എന്തൊക്കെ ബാക്ടീരിയസ്. കോവിഡ് ഒന്നുമല്ല, കോവിഡിനേക്കാൾ വലിയ, മൂർഖനേക്കാൾ വലിയ രാജവെമ്പാല എന്നൊക്കെ പറഞ്ഞ പോലെ കിങ് കോബ്രകൾ വിലസുന്ന ഈ ലോകത്ത് വൃത്തി ഉണ്ടായാൽ മതി. അത്തഹുറു ഷത്രുൽ ഈമാൻ. അപ്പൊ ഇങ്ങനത്തെ ജീവജാലങ്ങളൊന്നും വളർത്തണ്ടെന്നല്ല, അത് ബേർഡ്സിനെ വളർത്തുമ്പോഴും ജീവികള്, പിന്നെ അതങ്ങനെയുള്ള എന്തായാലും വീട്ടിൽ ഈവൻ ഫിഷിനെ വരെ നിങ്ങൾ വളർത്തുമ്പോൾ ഒക്കെ കെയർ ചെയ്യണം. വൃത്തി ഉണ്ടാവും. ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വാഷ് ചെയ്യണം.
സൽമാനെ മനസ്സിലായോ? മനസ്സിലായി ഉസ്താദ്. മനസ്സിലായത്? ആ അബ്ദുൽ അഹദ്. ഉസ്താദ് എന്താ മുതലെന്നെ കഴിക്കാൻ പാടുമോ? മുതലനൊക്കെ കഴിക്കലുണ്ടോ? എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കുക. അങ്ങനെ കഴിക്കലുണ്ടാ? ഇല്ല. മുതല കഴിക്കലുണ്ട്. ഇപ്പൊ അബ്ദുൽ അഹദ് മുതലക്കുളത്തിലേക്ക് ഇങ്ങനെ സ്വിം ചെയ്ത് അങ്ങ് ജമ്പ് ചെയ്ത് ചാടിയാൽ ചാടിയ ഓർമ്മ മാത്രമേ പിന്നെ ഉണ്ടാവുള്ളൂ. മുതലക്ക് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. ഓക്കെ, പക്ഷെ മുതലനെ അബ്ദുൽ അഹദ് കഴിക്കും എന്നുള്ളത് എനിക്കറിയില്ല കേട്ടാ. ഓക്കെ, നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചോ, ചോദ്യങ്ങൾ എത്ര വേണമെങ്കിലും ചോദിച്ചോ, പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുമായിട്ടൊരു എന്തെങ്കിലും ഒരു ബന്ധമുള്ള ചോദ്യങ്ങൾ ചോദിക്കുക കേട്ടാ. നിങ്ങളിപ്പോ നാളെ മുതല ഫ്രൈ തിന്നാൻ പോവാണോ അബ്ദുൽ അഹദ്? നാളെ അല്ല. ഇല്ല. എന്നാ പിന്നെ അത് വിട്ടേക്ക്, ലീവ് ഇറ്റ്. നമ്മുടെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യും, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, അതിൽ ഞാൻ ബ്രഷിന്റെ കാര്യം പറഞ്ഞു, പല്ല് തേക്കുന്ന കാര്യം. 5 നേരങ്ങളൊക്കെ ഉള്ളു എടുക്കുന്നവരാണ്. ഉള്ളു എടുക്കാത്ത ആരും ഇവിടെ അല്ല. ആ ഉള്ളു എടുക്കുന്ന പൈപ്പിന്റെ മേലെ ഒരു ബ്രഷ് അവിടെ വെച്ചാൽ ബ്രഷ് ചെയ്തൂടെ? പേസ്റ്റ് ഇട്ടിട്ടല്ല കേട്ടോ, ദയവ് ചെയ്ത് അപകടം ഉണ്ടാക്കരുത്. 5 നേരം 7 നേരം ഒന്നും പേസ്റ്റ് ഒറ്റ നേരം നിങ്ങൾ വേണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ പേസ്റ്റ് ഉപയോഗിച്ചോളൂ. രാവിലെ നിങ്ങൾ പേസ്റ്റ് ഉപയോഗിക്കാതിരിക്കുകയാണ് ബെസ്റ്റ്. മനസ്സിലായോ? പേസ്റ്റ് ഉപയോഗിക്കണ്ട എന്നല്ല ഞാൻ പറയുന്ന, വാക്ക് ശ്രദ്ധിക്കണം. രാവിലെ നിങ്ങൾ പേസ്റ്റ് ഉപയോഗിക്കാതെ നന്നായിട്ട് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഡബിൾ ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. റൈറ്റ്? അവിടെ ജൗഹർ. ഉസ്താദ്, ഒരു ദിവസം നമുക്ക് 5 നിസ്കാരമില്ല. 5 നിസ്കാരമുണ്ട്. ആ 5 നിസ്കാരത്തില് എല്ലാ സമയത്തും ആണ് നിസ്കരിക്കുന്നത്. പക്ഷെ ഒരു പ്രാവശ്യം അവർക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല. അള്ളാഹ് പുറത്തു തരുമോ? അത് അള്ളാഹ്ക്കല്ലേ അറിയാം, അത് എനിക്ക് എങ്ങനെ അറിയാം? അങ്ങനല്ല, ഒരു വക്കത്ത് മിസ്സായി പോയാല്. അത് പിന്നെ മിസ്സാവുക എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കോലായിൽ കസാരയിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഓക്കെ, വെറുതെ ചുമ്മാ ഇരിക്കുകയാണ്, വെറുതെ മൊബൈലിൽ ഇങ്ങനെ നോക്കിയിട്ട് റീൽസും കണ്ട് ഇങ്ങനെ ഇരിക്കാൻ, ഒരു പണിയില്ലെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ട് ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാനിപ്പോൾ ഫുൾ ടൈം നിസ്കരിക്കുന്ന ആളല്ലേ, ഞാനിപ്പോൾ എന്തിനാപ്പോൾ ഒരു ബാങ്ക് കൊടുക്കുന്നത് പോകുന്നത്, അത് അള്ള പുറത്തു വരും എന്ന് വിചാരിക്കുകയാണ് തെറ്റി. ജെന്യൂൻ റീസൺ ഉണ്ട്, നമ്മൾ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ വിട്ടുപോയി, അല്ലെങ്കിൽ ട്രാവലിംഗ് യാത്രയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അള്ള പുറത്തു വരും. അല്ലാതെ ബോധപൂർവം നമ്മൾ ഒരു വക്ത് ഒഴിവാക്കാൻ പാടില്ല. സാലിഫ്. ഉസ്താദ്, പിന്നെ ഇല്ലേ, ഈ രാവിലെയും പല്ല് വെച്ചിട്ട് രാത്രിയും പല്ല് വെച്ച ടേസ്റ്റ് ഉണ്ടോ? ഏത് പേസ്റ്റ് ഉപയോഗിച്ചാലാ? ആ. ടേസ്റ്റ് ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല, നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. നിങ്ങൾ ഒരു ദിവസം അങ്ങനെ ചെയ്ത് നോക്ക്. കാരണം രാവിലെ തന്നെ നമ്മുടെ ഈ ഉമിനീർ ഗ്രന്ഥികൾ എന്ന് പറയും, നമ്മുടെ ഈ മോഡലിൽ നിന്നൊക്കെ വരുന്ന, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ടേസ്റ്റ് വരുന്നത് നമ്മുടെ ചില ഗ്രന്ഥികളെ നാവിലും ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ഞാനിപ്പോ നിങ്ങളോട് പറയാം, ചിക്കൻ ബിരിയാണി, അൽഫാം, ഷവർമ, ബ്രോസ്റ്റ് ഇതൊക്കെ പറയുമ്പോൾ തന്നെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടില്ലേ, വായലിങ്ങനെ നിറയുന്ന കണ്ടില്ലേ, കപ്പൽ വരുന്നുണ്ടില്ലേ. അത് എന്താ? ഇതാണ് നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾ. അല്ലെ അച്ചാർ എന്നൊക്കെ പറയുമ്പോൾ പുളി അച്ചാറ്, പുളിഞ്ചി, അല്ലെങ്കിൽ അതിനെന്തൊക്കെയാ പറയാ, ഈത്തപ്പഴത്തിന്റെ ഡേറ്റ്സിന്റെ അച്ചാർ, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം ഊറുക എന്ന് പറയില്ലേ. അപ്പൊ അതൊക്കെ എന്താവുകയാണ്, ഇങ്ങനെ ആയി പോവുകയാണ് ചെയ്യുക കേട്ടാ. ഓക്കെ. പിന്നെ ഹംദാന്. ഉസ്താദേ, ഇപ്പൊ എന്റെ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ, ഞാൻ നിസ്കരിക്കാണ്. അപ്പൊ എന്റെ അമ്മ വിളിച്ചിട്ട് സഹായിക്കാൻ പറഞ്ഞു. അപ്പത്തിനല്ലേ ഞാൻ നിസ്കാരം കഴിഞ്ഞു. എന്നിട്ട് എന്റെ അമ്മ സഹായിക്കാൻ പറഞ്ഞപ്പോ ഞാൻ അപ്പോഴും സുന്നത്ത് നിസ്കരിക്കാൻ നല്ലതാ. പിന്നെ അതിലൊരു കഥയുണ്ട്. പിന്നെ കഥ ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ, ചീത്ത മനുഷ്യനൊന്നല്ല, നല്ല മനുഷ്യൻ. ഒരു നല്ല മനുഷ്യന് ഭയങ്കര വിശ്വാസിയായിരുന്നു, കഠിന വിശ്വാസി. വിശ്വാസം മൂത്ത് അദ്ദേഹം ഉമ്മാനെയും ഉപ്പാനെയൊക്കെ വിട്ട് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു വീടുണ്ടാക്കി താമസിച്ചു. എന്നിട്ട് അവിടെ നിസ്കാരം മാത്രമായിട്ട്, ആരോടൊന്നും ബന്ധമില്ലാതെ അങ്ങനെ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാണ്. അങ്ങനെ ഒരിക്കലും ഉമ്മ കാണാൻ വേണ്ടിയിട്ട് ചെന്ന്, ഉമ്മക്ക് മക്കളെ കാണേണ്ടി വരുമല്ലോ. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം വാതിൽ തുറക്കണില്ല. ഒരു പ്രാവശ്യം വന്ന് മുട്ടി നോക്കി, വാതിലുമ്മ മടങ്ങിപ്പോയി. പിന്നെ വന്ന് മുട്ടിയപ്പോഴും വാതിൽ തുറക്കണില്ല. അപ്പോൾ ആ മനുഷ്യന് പിന്നെ അള്ളാഹു ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയുള്ള
അങ്ങനെയുള്ള അന്ധമായിട്ടുള്ള അതിന് ഭ്രാന്ത് എന്നാ പറയാ കേട്ടോ. ഭ്രാന്ത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഒരിക്കല് ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആരാണ് ആയിഷ ബീവി? ആയിഷ ബീവി ആരാന്നറിയില്ലേ? ഒരിക്കൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞു. പുറത്തുനിന്ന് വരികയാണ്. അപ്പോൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുമ്പോട്ട് വന്ന ആ വാതിൽ തുറന്ന് ബാക്കി നിസ്കരിച്ചു എന്നാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട? ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉമ്മ പറയാണ് ഇവിടെ അത് ചെയ്യുക, അപ്പൊ ഉമ്മ വലിയ ഓത്തുകാരനായിട്ട് ദിക്റ് ചൊല്ലി അവിടെ ഇരിക്കരുത്. അവനെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഫർള് കഴിഞ്ഞില്ലേ, മറ്റേ സുന്നത്ത് പിന്നെ ചെയ്താലും മതി. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യുമെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് എല്ലാ റവാത്തിബ് സുന്നത്തുകളും വീട്ടിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നത്, പള്ളിയിൽ നിന്നല്ല. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിലുള്ള പിന്നെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുള്ളത്. പള്ളിയിൽ പോകുമ്പോഴുള്ള തഹിയ്യത്തുൽ മസ്ജിദ് അല്ല പറയുന്നത്. ആ സാലിഫ്. ഈ ലൊഹറിനും മസ്റിനും ഇല്ലേ, ആദ്യത്തെ 2 റക്കാത്തിൽ എന്താ ഈ ഓതാത്തെ? പിന്നെ പബ്ലിക്കിന്, നമ്മൾ ജീവിക്കുന്ന നാട്ടിലെ പൊതുജനങ്ങൾ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ഹവേഴ്സ് ആണ്, അവർക്ക് ശല്യം ഉണ്ടാകാൻ പാടില്ല. എന്ത് സുന്ദരമാണ് ഇസ്ലാം. ഇവിടുത്തുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്കൊക്കെ എല്ലാ പള്ളിയിൽ നിന്നും ഡേ ടൈമിലും ഓത്തും കൂടി ഇട്ടിന് എങ്ങനെ ഉണ്ടാവും? സ്കൂളൊക്കെ നടക്കുന്ന സമയം, യൂണിവേഴ്സിറ്റി നടക്കുന്ന, സ്റ്റഡി ക്ലാസ്സുകൾ നടക്കുന്ന, ഹോസ്പിറ്റലുകൾ അല്ലെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അവർക്കൊന്നും ശല്യം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. പിന്നെ മൈക്ക് തന്നെ പിന്നീട് വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊന്നും മൈക്കില്ല, പള്ളിയുടെ ഉള്ളിൽ നിന്ന് ചെയ്യേണ്ട നിസ്കാരമാണ്. പിന്നെ അതിനൊരു സംവിധാനം ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഞാനും മൈക്ക് ഉപയോഗിച്ച് ഞങ്ങളോട് സംസാരിക്കുന്നത്. അയാനെ ഇപ്പൊ നമ്മളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഓ അപ്പൊ ബസ്സിൽ ട്രാവൽ ചെയ്യണം നമ്മ. ആ അപ്പൊ ബാങ്ക് കൊടുത്ത് ആ നിസ്കരിക്കണം. ആ എവിടെ നിർത്തൂല, പള്ളിയിലും നിർത്തൂല. അപ്പൊ നമുക്ക് ബസ്സിൽ നിസ്കരിക്കാൻ പറ്റും. കിബില അതിൽ കുറേ സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇപ്പം മഗ്‌രിബ് കഴിയും, സമയം കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ ബസ്സിലിരുന്ന് നിസ്കരിക്കുക, ട്രെയിനിലിരുന്ന് നിസ്കരിക്കുക. ഞാൻ ഫ്ലൈറ്റിലിരുന്ന് സ്ഥിരമായിട്ട് നിസ്കരിക്കുന്നുണ്ട്. ഫ്ലൈറ്റിലിരുന്ന് നിസ്കരിക്കാം. നമുക്കിപ്പോൾ ചിലപ്പോൾ മഗ്‌രിബ് ഇഷാവും കഴിഞ്ഞ ദിവസം ദുബായി പോയ സമയത്ത് എനിക്ക് മഗ്‌രിബും ഇഷാ 2 നിസ്കാരവും ഇതിലായിപ്പോയി, ഫ്ലൈറ്റിലായിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് നിസ്കരിക്കുക തന്നെ, നമ്മളെവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നിസ്കരിക്കുക. അതിനിപ്പോൾ റുക്കുഉം സുജൂദും ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ. അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ നല്ല സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്, വീണ്ടും നിസ്കരിക്കുകയൊക്കെ ചെയ്യാം, ചെയ്യാതിരിക്കാം കേട്ടോ. അതിൻ്റെ പേരിലൊന്നും അല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത്. നമ്മുടെ അള്ളാഹു അല്ലേ, നമ്മുടെ അള്ളാഹു നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യോ? നമുക്ക് ഓക്സിജൻ തന്ന, നമുക്ക് ഭക്ഷണം തന്ന നമ്മുടെ റബ്ബ് എന്തിനാണ് നമ്മളെ കഷ്ടപ്പെടുത്തുമോ? ഒന്നുമില്ല. പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഓക്കെ. നിസ്കരിക്കാറുണ്ടല്ലോ, എല്ലാവരും നിസ്കരിക്കലുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അധിക പേരും ഒഴിവുള്ള സമയമല്ലേ, ഫ്രീ ടൈം, അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന്. നിങ്ങൾ ഈ വെക്കേഷനിൽ എന്താണ് നിങ്ങൾ തീറ്റ ഉറക്കം കളി എന്നതിലപ്പുറം നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊന്ന് പറഞ്ഞേ, ഓരോരുത്തരും പറഞ്ഞേ. ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന, ക്രിയേറ്റീവായി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം. അഖീബ് ചെയ്യുന്നുണ്ടോ? ഇവിടെ നമ്മളെ അടുത്തൊക്കെ ആയിട്ട് കുറെ ക്ലാസ്സസും പരിപാടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ദീനീപരമായിട്ടും. പിന്നെ നാട്ടില് കുറച്ച് പരിപാടി അതിലൊക്കെ ഇങ്ങനെ ഇടവൈകി. ഒഴിവ് സമയത്തിൽ നാട്ടിൽ നടക്കുന്ന വയല് പരമ്പരകൾക്ക്, ക്ലാസ്സുകൾക്കൊക്കെ പോകുന്നുണ്ട് എന്നാണ് അവൻ ചെയ്യുന്ന കാര്യം. ഹംദാൻ എന്താ ചെയ്യുന്ന വെക്കേഷനിൽ? സാറേ ഞാൻ കൊറേ വരക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാനലൊക്കെ ഉണ്ടാക്കി വരക്കുന്നുണ്ട്. ഡ്രോ ചെയ്യുന്നുണ്ട്. ഈ വരക്കുന്നത് ആർക്കേലും എന്തെങ്കിലുമൊക്കെ ഉപകാരമുള്ളത് വരക്കാൻ പറ്റുമെന്ന് നോക്ക്. ഉപകാരമുള്ളത്. അപ്പോൾ ഉപകാരമുള്ളത് പറഞ്ഞാൽ എന്താണ്? മനസ്സിലായില്ലല്ലോ. ചിത്രം വരയിലൂടെ വലിയ വലിയ മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. ചെറിയ ചിത്രങ്ങളായിരിക്കും, പക്ഷെ ആ ചിത്രങ്ങളിലൂടെ തന്നെ ഇപ്പോൾ ഫലസ്തീനിലുണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ക്രൂരമായ അപകടങ്ങൾ പണ്ട് കാലത്തൊക്കെ
ലോകം അറിഞ്ഞത് ഈ സോഷ്യൽ മീഡിയ വഴിയൊന്നുമല്ല, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിട്ടാണ്. ന്യൂസ് പേപ്പർ വഴി ചിത്രങ്ങൾ വരച്ചിട്ട്, ചില ചിത്രങ്ങൾ, ചെറിയ ചിത്രങ്ങൾ മതി അത് വലിയ മെസ്സേജ് നൽകുന്നത് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, കുറച്ച് ചോദ്യങ്ങൾ. ഇന്ന് നല്ല ഭക്ഷണം കഴിച്ചവർ കൈപൊക്ക്. ശരി, നിങ്ങൾ കഴിച്ച ഭക്ഷണം ഏതാന്ന് പറഞ്ഞേ, നിങ്ങൾ ഇന്ന് കഴിച്ച ഏറ്റവും നല്ല ഭക്ഷണം. ആരാ പറയുന്ന? ഹാഷിർ. ഫ്രൂട്ട്സ് ആണ് ഏറ്റവും നല്ല ഭക്ഷണം. സത്യമാണ്, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഭക്ഷണം ഫ്രൂട്ട്സ് ആണ്. ശരീരത്തിന് മറ്റു സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാക്കാത്ത ഓർഗാനിക് ആയിട്ടുള്ള നല്ല ഭക്ഷണം ഫ്രൂട്ട്സ് തന്നെയാണ്. അബ്ദുല്ല അഹദ്, മീൻകറിയും ചോറും. എന്ത് മീനാണ്? മത്തി. മത്തിയാണ് ഫിഷിൽ ഏറ്റവും കൂടുതൽ കാൽസ്യമുള്ള, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ഫിഷും ഏറ്റവും കൂടുതൽ തിന്നേണ്ട. ഇപ്പോൾ ജിമ്മിന്, ബോഡി ബിൽഡിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങളോട് അവിടുത്തെ ഇൻസ്ട്രക്ടർ ആദ്യം പറയാ ഡെയിലി 1 കിലോ മത്തി കഴിക്കണം എന്നാണ്. മനസ്സിലായില്ലേ? ഡെയിലി 1 കിലോ മത്തി പൊരിച്ച് കഴിച്ചാൽ ബോഡി നന്നായിട്ട് നമുക്ക് വേണ്ട അത്യാവശ്യം. അപ്പോൾ മത്തി എന്നുള്ളത്, എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, മത്തി ഇങ്ങനെ പൊരിച്ചിട്ട് ഇങ്ങനെ തിന്നും, ഇങ്ങനെ അങ്ങ് തിന്നും. എന്ന് വെച്ചാൽ അതിൻ്റെ മുള്ളുകളടക്കം അങ്ങനെ അങ്ങ് തിന്നുന്ന മനുഷ്യന്മാരുണ്ട്. റൈറ്റ്, നിങ്ങളും അങ്ങനെയുള്ളവരുണ്ടാവും ചിലരൊക്കെ. പക്ഷെ മുള്ള് തൊണ്ടയിൽ കൊടുക്കാൻ നോക്കണം, കുടുങ്ങിയാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് സർജറി ചെയ്യേണ്ടി വരും. ഓക്കെ, നല്ലതാണ്. ഫിഷിൽ ഏറ്റവും നല്ല മീൻ കൂടിയാണ് മത്തി. ടേസ്റ്റ് അല്ല പറയുന്നത്, ടേസ്റ്റുള്ള വേറെ ഉണ്ട്, പക്ഷേ നല്ല. സൽമാനെ പറയും. ദോശയും ചിക്കൻ കറിയും. ദോശയും ചിക്കൻ കറിയും. ചിക്കൻ കറിയാണ് അല്ലേ? ചിക്കൻ ഇഷ്ടമുള്ളവരില്ല, ചിക്കൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവില്ല, ഇഷ്ടമുള്ളവരായിരിക്കും മിക്കവാറും പേരുണ്ടാവുക. ഓക്കെ, ഓക്കെ. ഇനി വേറെ ആരാ ഭക്ഷണം കഴിച്ചവർ, നല്ല ഭക്ഷണം കഴിച്ചവർ? അതേ ദോശയും ചിക്കൻ കറിയല്ലേ നീ കഴിച്ചത്? സാലിഫ് നല്ല ഫുഡ് ബ്രെഡും ബട്ടറും. ബ്രെഡും ബട്ടറുമാണ് ഇന്ന് നീ കഴിച്ച ഏറ്റവും നല്ല ഫുഡ്. ഓക്കെ, ശരി. ഈ ഭക്ഷണം അള്ളാഹു തന്നതല്ലേ? ഇന്ന് നല്ല ഭക്ഷണം കഴിച്ചപ്പോൾ ബിസ്മി ചൊല്ലിയവരൊന്ന് കൈപൊക്കി. ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ എപ്പോഴെങ്കിലും ബിസ്മി ചൊല്ലിയവർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചവർ? മാഷാ അല്ലാ, അതിൽ അള്ളാഹിന്റെ ബർക്കത്ത് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുന്നവരാണോ ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവരാണോ? ഒരു മുസ്ലിം എത്ര ഭക്ഷണം കഴിക്കണം? ഭക്ഷണ മര്യാദകൾ എന്തൊക്കെയാണ്? ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്ത് തിന്നണം, എന്ത് തിന്നരുത്? ഏതൊക്കെയാണ് നല്ല ഭക്ഷണങ്ങൾ, ഏതൊക്കെയാണ് ചീത്ത ഭക്ഷണങ്ങൾ, ഏതൊക്കെയാണ് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ? ഫ്രൂട്ട്സ് കഴിക്കണോ, വെജിറ്റബിൾ കഴിക്കണോ, ഡ്രിങ്ക്സ് കഴിക്കണോ, ജ്യൂസ് കഴിക്കണോ? ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അറിവുള്ളവർ അറിവ് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ നാളെയും ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കുറച്ചുകൂടെ അധിക കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് ഒരു ഫുഡ് കൾച്ചർ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുഡിനെ പറ്റി നിങ്ങൾക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്ന അറിവുകളൊക്കെ നിങ്ങൾ ആലോചിച്ച് ശേഖരിച്ച് വരിക. എന്നിട്ട് നാളെ ഇൻഷാ അല്ലാ നമുക്ക് വീണ്ടും ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഇന്ന് നമ്മളിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഭക്ഷണം തന്ന, ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വിശപ്പ് ഉണ്ടാവുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണം. ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ദാഹിച്ച് നിൽക്കുന്ന സമയത്ത് കുടിക്കുന്ന വെള്ളമാണ് ഏറ്റവും ടേസ്റ്റുള്ള വെള്ളം. അതുപോലെ തന്നെ ഏറ്റവും നല്ല വിശന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ്. ചില കുട്ടികൾ, നിങ്ങളെ ഉമ്മ പറയലുണ്ടോ നിങ്ങൾ ഭക്ഷണം കഴിക്കില്ല പരാതി പറയുന്ന ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മക്കളൊന്ന് കൈപൊക്കി? അങ്ങനെയുള്ളവർ ഉമ്മാനോടും ഉപ്പാനോടും പറയും 2 ദിവസം പട്ടിണി കിട്ടാൽ മതി, 2 ദിവസം തിന്നാൻ കൊടുക്കാതെ ഇട്ടാൽ മതി, 3-ാമത്തെ ദിവസം ഓടി വന്ന് കിച്ചണിൽ ചാടിക്കയറി ഭക്ഷണം കഴിക്കും. മനസ്സിലായില്ലേ? 2 ദിവസം തിന്നാതെ ഇട്ടാൽ മതി, ഒന്നും കൊടുക്കാതെ. അപ്പം താനെ വരും, വിശക്കാത്തതുകൊണ്ടാണിത് അല്ലേ? പിന്നെ മാത്രമല്ല, അതിൽ വേറൊരു കാര്യമുണ്ട്. ഈ മധുരമല്ല, മധുരം ധാരാളമായിട്ട് മധുരം കഴിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല.
സ്വീറ്റ്സ് തന്നെ മിഠായി, ബേക്കറി, ചോക്ലേറ്റ് ഇതന്നെ വാങ്ങി തിന്നാൻ കൊടുക്കും. അപ്പൊ പിന്നെ അതേ ആഗ്രഹിക്കും. വിശക്കുമ്പോ തന്നെ ചെറിയ കുട്ടികളൊക്കെ വിശക്കുമ്പോ തന്നെ മനസ്സിലേക്ക് ആദ്യം വരും എന്താണ്? നല്ല ഫുഡല്ല, ഫ്രൂട്ട്സും വെജിറ്റബിളും ഒന്നും അല്ല വരിക. അവിടെ മനസ്സിലേക്ക് വരിക ഈ ചോക്ലേറ്റ്സ് ആണ്. റൈറ്റ്? ചോക്ലേറ്റ്സ് ഒക്കെ എപ്പോഴും മെയിൻ ഫുഡ്. നിങ്ങൾക്ക് വീട്ടിൽ ഉമ്മ കുക്ക് ചെയ്ത് വെച്ചപ്പോൾ ദോശ കറി എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ല ചോറ് എന്നൊക്കെ പറഞ്ഞില്ലേ, ചോറൊന്നും ഒരുപാട് തിന്നരുത്. ചോറല്ല തിന്നേണ്ടത്, അതിലുള്ള വെജിറ്റബിൾസും കറിയും പിന്നെ അതുപോലെയുള്ള സാധനങ്ങളാണ് തിന്നേണ്ടത്. ഓക്കെ, ഫുഡ് കൾച്ചർ ഇൻഷാല്ല നമുക്ക് നാളത്തെ ടോപ്പിക്കിൽ നമുക്ക് പറയാം. ഏതായാലും ഭക്ഷണം ഇല്ലാത്ത ആരും ഇല്ലല്ലോ, ഇന്ന് ഭക്ഷണം ഇല്ലല്ലോ വീട്ടിൽ നിന്ന് തന്നെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, നമുക്ക് അറേഞ്ച് ചെയ്യാം ഫുഡ്, അല്ലേ? അങ്ങനെയുള്ള ആരും ഇല്ല. അള്ളാഹു വലിയ നിഅമത്താണ് കേരളത്തിലുള്ള മലയാളികൾക്ക്, മലയാളി മുസ്ലിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയോ എത്ര പേര് ഭക്ഷണം കഴിക്കാത്തവരുണ്ട്? എത്രയോ പേര് ഭക്ഷണം ഇല്ലാതെ, ഉമ്മയും ഉപ്പയും ഇല്ലാതെ അനാഥമായിട്ട് യത്തീമായി ജീവിക്കുന്ന എത്രയോ പേര് ഈ ദുനിയാവിലുണ്ട്. ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. അവർക്ക് ഭക്ഷണമില്ല, മാതാപിതാക്കളില്ല. രാവിലെ സ്വന്തം ഏതെങ്കിലും പിന്നെ ഏതെങ്കിലും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു കുട്ടിയായിരുന്നു എങ്കിൽ ഏതെങ്കിലും കടയുടെ മുകളിലോ താഴെയോ ഒക്കെ ആയിട്ട് പോയിട്ട് കിടന്നുറങ്ങി, ആ ഉറക്കം രാവിലെ എണീറ്റപാടെ ജോലി ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് അതൊക്കെ വിറ്റ് അല്ലെങ്കിൽ ജോലി ചെയ്ത് സ്കൂളിലൊന്നും പോകാൻ പറ്റാതെ ഉള്ള ഒരു ഡ്രസ്സിൽ തന്നെ ഇങ്ങനെ ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുള്ള രാജ്യത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അള്ളാഹു തന്ന നിയമത്തിൽ അള്ളാഹുവിൽ ശുക്ർ ചെയ്യുക. അള്ളാഹുമ്മ റബ്ബന تقبل منا يا رب العالمين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله.